കോളോട് ശ്രീ മുത്തപ്പൻ മഠപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. മണ്ണൂർ കടവ് പാലം സൈറ്റിൽ നിന്നും കാഴ്ചവരവും താലപ്പൊലിയും നടന്നു. ഗണപതി ഹോമം, മലയിറക്കൽ, ഊട്ടും വെള്ളാട്ടവും, കളിക്കപ്പാട്ട്, അന്തിവേല, കലശം വരവ്, തിരുവപ്പന വെള്ളാട്ടം എന്നിവയും നടന്നു. ഇന്ന് നടക്കുന്ന തിരുവപ്പന വെള്ളാട്ടത്തോടെ തിരുവപ്പന മഹോത്സവം സമാപിക്കും. നമ്മളെ ഈ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് കോളോട് എന്ന പ്രദേശത്താണ്. ഈ മടപ്പുരയുടെ വിജയം എന്ന് പറയുന്നത് ഈ സ്ഥലം തന്ന കാളമ്പേത്ത് സുമിത്രേച്ചിയും അതുപോലെ തന്നെ ഗംഗാധരേട്ടൻ്റെയും തന്നെയാണ് ഇതിൻ്റെ സ്ഥലം പൂർണ്ണമായിട്ടും തന്നിരിക്കുന്നത്. ഇതിൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു ജനതയുടെ കൂട്ടായ്മ തന്നെയാണ്. ഈ പ്രദേശത്തെ ഒരു കൂട്ടായ്മ, അതിൽ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേലിക്കെട്ടൊന്നുമില്ലാതെ ഒത്തൊരുമയോടെ പോകുന്നതാണ് ഇതിൻ്റെ വിജയം. ഇത് മടപ്പുര എടുത്തു, അതിനുശേഷമുള്ള കാണുന്ന ബിൽഡിങ്ങൊക്കെ ഈ ഇത്രയും പെട്ടെന്ന് നമുക്ക് സാധിച്ചു തന്നെ ഒരു കൂട്ടായ്മയാണ്. കോളോട് ഒരു മടപ്പുര വേണമെന്നുള്ള നാട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ സമീപിക്കുകയും അതുകൊണ്ട് സ്ഥലം നോക്കുമ്പോൾ എൻ്റെ സ്ഥലത്ത് കൂടിയാണ് മടപ്പുരയിലേക്ക് കയറാനുള്ള വഴി ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് സഹകരിക്കാമെന്ന് പറഞ്ഞ് വേണ്ടുന്ന മടപ്പുരയ്ക്ക് ബാക്കി ആവശ്യമുള്ള സ്ഥലം ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നീട് മടപ്പുര 2-3 വർഷം കൊണ്ട് മടപ്പുര പൂർത്തിയായി, കെട്ടിടം പണി തീർന്നു. പിന്നീട് കഴകപ്പുര വേണമെന്ന് പറഞ്ഞു, അതിനും സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി കൊടുത്തു. എന്നെ കൂടി 3 സെൻറ്റോളം സ്ഥലം ഏകദേശം കൊടുത്തിട്ടുണ്ട്. 2006 ഈ മടപ്പുരക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആദ്യം സംഘടിപ്പിക്കും നാട്ടുകാരെല്ലാം ചേർന്നിട്ട്. അതിന് മുമ്പേ ഇത് ചേരാൻ കാരണം ഇവിടെ അടുത്തൊന്നും വേറെ മടപ്പുര ഇല്ല. അപ്പോൾ ഏതോ ഒരു ആശാരി ഇതിൽ പോകുന്ന സമയത്ത് പറഞ്ഞ് ഈ സ്ഥലത്ത് ഒരു ദൈവസ്ഥാനം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ കൂടിയുള്ളവർ വെച്ച് ദൈവസ്ഥാനം കൂടിയൊന്നും ഇല്ലല്ലോ, ഇവിടെ വേണം, ഇല്ലെങ്കിൽ അടുത്ത് വരും. അപ്പോൾ മുത്തപ്പൻ്റെ മടപ്പുര തന്നെയാണ് അതിൻ്റെ തെളിഞ്ഞ് കാണുന്നതെന്ന് അയാൾ പറഞ്ഞു. എവിടെയാണ് വരുക, ആ പ്ലാവിനടുത്താണ് അതിൻ്റെ സ്ഥാനം കാണുന്നത്. അപ്പോൾ പിന്നീട് പ്രശ്നമെല്ലാം വെച്ചു. ജ്യോതിഷത്തിലൂടെ കുമ്പത്തിലെ നമ്പൂതിരി മാഷാണ് ജ്യോത്സ്യർ, അവരെല്ലാം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് നല്ല ഉത്തമപ്പെട്ട സ്ഥലമാണ്. ഒരാന കിടന്നിട്ട് അതിൻ്റെ മസ്തകം ഉയർത്തി നിന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഈ ഭൂമിയുടെ കിടപ്പ്. 4 ഭാഗത്തും ചെരിഞ്ഞിട്ട് മസ്തകം ഉയർന്നിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. ഇപ്പോൾ ഇവിടെ മടപ്പുരക്ക് ഇപ്പോൾ ചൈതന്യമുള്ള മടപ്പുരയായിരിക്കും എന്ന് അവർ പ്രവചിച്ചു.